അസ്സലാമു അലൈക്കും. നമ്മളെ രണ്ടാമത്തെ പീരീഡ് ആണല്ലോ അല്ലേ ഇന്നത്തെ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പീരീഡ്? കേട്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പീരീഡ്? ഉഷാറല്ലേ? എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണ്ട, ഗ്രൂപ്പിലൂടെ പേഴ്സണലേ PM-ലൊക്കെ വന്നാൽ മതി. അതാണല്ലേ. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആമുഖമൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ഇനി ആമുഖമൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വിഷയത്തേക്ക് കിടക്കാം. എന്നാൽ കുറച്ച് കൂടുതൽ എടുക്കാം. അതല്ല നല്ലത്. എന്താ നിങ്ങൾ തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. എവിടെ നമ്മളെ ഇബ്രാഹിമൊക്കെ? പിന്നെ നമ്മളെ സവാദിനെ ഇബ്രാഹിമിനൊക്കെ കാണാനായിട്ട് ക്ലാസ് എന്താ അറിയില്ല, ഒരു സുഖമില്ല. നമ്മളെ ക്ലാസ്സിലുണ്ടാവുമല്ലോ അല്ലേ പുതിയ കുട്ടികൾ? ഏതായാലും നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് വായിക്കും. കഴിഞ്ഞ ക്ലാസ്സൊക്കെ ചെയ്തതുപോലെ വായിക്കുകയാണ്. ഒന്നാ നോക്കി. और जब गामा चौधरी ने उससे ये पूछा कि स्पेन कहाँ वाक़ई है, तो उस्ताद मंगू ने बड़ी मतानत से जवाब दिया था, विलायत में और कहाँ। स्पेन में जंग जड़ी और जब हर शख्स को उसका पता चल गया तो स्टेशन के अड्डे में जितने कोचवान हल्के बनाए हुक्के पी रहे थे। दिल ही दिल में उस्ताद मंगू की बड़ाई का इर्तिफार कर रहे थे। और उस्ताद मंगू उस वक्त माल रोड की चमकीली सतह पर टांगे चलाते हुए अपनी सवारी से ताज़ा हिंदू मुस्लिम फसाद पर तबादलाए ख्याल कर रहा था। उस्ताद मंगू को अंग्रेज़ों से बड़ी नफरत थी और उसका सबब तो वो ये बतलाया करता था कि वो उसके हिंदुस्तान पर अपना सिक्का चलाने हैं और तरह तरह के जुल्म टालते हैं, मगर उसके तनफुर की सबसे बड़ी वजह ये थी कि चावनी के गोरे उसे बहुत सताया करते थे। वो उसके साथ ऐसा सुलूक करते थे गोया वो एक दलील गुत्ता है। उसके अलावा उसे उनका रंग भी बिल्कुल पसंद न था। जब कभी वो गोरे के सुर्ख सफ़ेद चेहरे को देखता तो उसे मतली सी आ जाती। न मालूम क्यों वो कहा करता था कि उनके लाल चेहरियों भरे चेहरे को देखकर मुझे वो लाश याद आ जाती है जिसके जिस्म पर से ऊपर की चिल्ली गलगल कर चढ़ रही हूँ। जब किसी शराबी गोरे से उसका झगड़ा हो जाता तो सारा दिन उसकी तबीयत मुकद्दर रही थी और शाम को अड्डे में आकर हल मार के सिगरेट पीता या हुक्के के कश लगाए हुए उस गोरे को जी भरकर सुनाया करता। ഒരു പേജ് ആയിട്ടുള്ളൂ. നേരത്തെ അര പേജ് എടുത്തു, ഇപ്പം അര പേജും വായിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടൈറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. മനസ്സിലാവുണ്ടാവും, എന്നാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല. ഈ വായന കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. തിരിഞ്ഞണോ? ചിലർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും.
നല്ല ഉറുദു നല്ല അറിയുന്ന ആൾക്കാർക്ക് ഇബ്രാഹിക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. ഇബ്രാഹിം, സവാദ്, അങ്ങനത്തെ പ്രഗത്ഭർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മളെ മുന്നത്തെ ബെഞ്ച് പേർക്കുന്നില്ലേ, ഷാറൂഖ്. ഏതായാലും പോട്ടെ, നമുക്ക് നോക്കാം. അവർ ജബ് എപ്പോഴാണോ, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് ഇതായിരുന്നു, എന്ത് അറിയോ, മംഗു എന്ന ആള് ഒരു എന്തായിരുന്നു, ഒരു കുതിരവണ്ടിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ താവളത്തിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തെ ഒരു ബുദ്ധിമാനായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം എന്തല്ല, സ്കൂളിൻ്റെ വാതിൽ പോലും കണ്ടിട്ടില്ല. മനസ്സിലാവണ്ട. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ദുനിയാവിലുള്ള എല്ലാ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ അറിവുകളൊക്കെ നമ്മുടെ മംഗുവിൽ നിന്നും അവർ മനസ്സിലാക്കിയിരുന്നു. പിന്നെ മൂപ്പര് ഒരു സ്പെയിൻകാരനായിട്ട് എന്ത് ചെയ്തു, മംഗുവിന് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത് തൻ്റെ യാത്രയിൽ നിന്നാണ്. അതല്ലാതെ ഓന് കുറേ പഠിച്ചുണ്ടാക്കിയൊന്നുമല്ല. പിന്നെ തൻ്റെ യാത്രയിൽ കണ്ട ഒരു സ്പെയിൻകാരൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ പ്രവചിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഗാമ ചൗധരിയുമായിട്ട് ഈ സംഭവം പറഞ്ഞു. എന്നിട്ടിങ്ങനെ ഈ സ്പെയിനിലൊരു സംഭവം വരാനുണ്ട് എന്ന പേരിൽ അവൻ പ്രവചനവും നടത്തി. മനസ്സിലായോ? ഇനി അവർ ജബ് എപ്പോഴാണോ ഗാമ ചൗധരിനെ ഉസ്സെ പൂച്ച, എപ്പോഴാണോ ഗാമ ചൗധരി അവനോട് ഇത് ചോദിച്ചത്, എന്തെന്നാൽ സ്പെയിൻ കഹാ ഹെ, സ്പെയിൻ എവിടെയാ, വാക്യ ഹെ, സ്പെയിൻ എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗാമ ചൗധരിനോട് എന്നാണ്ട് പറഞ്ഞേ, സ്പെയിനിൽ ഇപ്പോഴത്തൊരു സംഭവം വരാനുണ്ട്, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഗാമ ചൗധരി തിരിച്ചാണ്ട് ചോദിച്ചു, അല്ല എവിടെയാണ് നമ്മളെ ഈ സ്പെയിൻ എവിടെയാണ് നിലകൊള്ളുന്നത്? കഹാം വാക്യ ഹെ തോ ഉസ്താദ് മംഗുനെ ബഡി മത്താനത്ത് സെ ജവാബ് ദിയാത്ത, വളരെയധികം ഉറപ്പോടെ. മച്ചാനച്ച് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ഗൗരവം, അതിനൊക്കെയാണ് മച്ചാനച്ച് എന്ന് പറയും. വളരെയധികം ഉറപ്പോടെ, കിട്ടാത്ത അർത്ഥാണ് എഴുതിക്കോളി, മച്ചാനച്ച്. വളരെയധികം ഉറപ്പോടെ ജവാബ് ദിയാത്ത, ഉത്തരം നൽകിയിരുന്നു. അഥവാ സ്പെയിനോടെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഒറ്റവടിക്ക് സ്പെയിന് ഇന്ന സ്ഥലത്താണെന്നാണ് പറഞ്ഞു കൊടുത്തത്. മാത്രമല്ല വിലായത്തുമേ അവർ കഹാ, ആ ഇന്നാലിന്ന, പിന്നെ വിലായത്ത് എന്ന് പറഞ്ഞാൽ, വിലായത്ത് എന്ന സംസ്ഥാനം, ജില എന്ന് പറഞ്ഞാൽ ജില്ല, വിലായത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം. അവൻ മനസ്സിലാക്കിയിട്ട്, ജില ഇവിടെ ഇല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവർ കഹാ, ആ ഇന്ന സംസ്ഥാനത്തിൽ എവിടെയാണെന്നുള്ളത് അവർ കഹാം, പിന്നെ എവിടെയാണെന്നുള്ളത് പോലും ആര് പറഞ്ഞു കൊടുത്തു? നമ്മുടെ ഉസ്താദ് മംഗു പറഞ്ഞു കൊടുത്തു. കാരണം അത്രയും അദ്ദേഹത്തിൽ നിന്ന് മറ്റേ നമ്മുടെ മംഗു ആ സ്പെയിനിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞ ആളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു എന്ന്. മനസ്സിലായോ? സ്പെയിൻ മേ ജംഗ് ജഡി ഔർ ജബ് ഹർ ശഖ്സ് കോ ഉസ്കാ പത്താ ചൽ ഗയാ തോ സ്റ്റേഷൻ के अड्डे में जितने कोचवान हल्के बनाए हुक्का पी रहे थे. സ്പെയിൻ മേ ജംഗ് ജഗടെ ചടി, പിന്നെ സ്പെയിനിൽ എന്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെടൽ, ജബ് എപ്പോഴാണോ, ഹർ ഷഖ്സ് കോ എല്ലാ ആളുകളോടും, ഉസ്ക പത്താ ചൽ ഗയാത്തോ എല്ലാ ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ള വിവരം ലഭിച്ചപ്പോൾ, പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എന്നൊക്കെയാണ്, അഥവാ വിവരം ചൽ ഗയാത്തോ ലഭിച്ചപ്പോൾ, സ്റ്റേഷൻ കെ അഡ്ഡേമേ ജിത്തിനെ കോച്ചുവാൻ ഹൽക്കെ ബനായെ, പിന്നെ ഈ സ്റ്റേഷൻ്റെ ഇതുണ്ടാവില്ലേ, താവളം ഉണ്ടാവില്ലേ, സ്റ്റേഷനാട്ടാ. ഇനി ആരും അത് ഇഷ്ടീഷൻ എന്നൊന്നും വായിക്കണ്ട, സ്റ്റേഷൻ എന്നാണ് വായിക്കുക. സ്റ്റേഷൻ്റെ അഡ്ഡേമേ, അഡ്ഡേ എന്ന് പറഞ്ഞാൽ താവളത്തിൽ, ജിത്തിനെ കോച്ചുവാൻ ഹൽക്കെ ബനായെ ഹുക്കെ പീരഹത്തെ, എത്ര ഈ കുതിര തൊഴിലാളികളുണ്ടോ അവരൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ഹുക്ക വലിക്കുകയായിരുന്നു എന്ന്. മനസ്സിലാവണ്ട? ഈ സ്പെയിനിലെ ഈ സംഭവത്തെ നമ്മുടെ ഗാമചൗധരി അല്ല, നമ്മുടെ ഈ ഉസ്താദ് മംഗു വിശദീകരിക്കുമ്പോൾ ഈ താവളത്തിൽ എത്ര കോച്ചുവാന്മാർ, ഈ കുതിരയെ നോക്കുന്ന ആൾക്കാരുണ്ടോ, കുതിരയാത്രക്കാരുണ്ടോ, അവരൊക്കെ ഈ കൂട്ടമായി ഇരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു? ഹുക്ക വലിക്കുകയായിരുന്നു. മനസ്സിലാവണ്ട? നിങ്ങളെ നമ്മളെ കൂടെ ഉണ്ടാ ഇല്ലേ?
दिल ही दिल में ഉസ്താദ് മംഗൂ की ബഡായി का ഇഴ്തിറാഫ് कर रहे थे. അങ്ങനെ അവരിങ്ങനെ കൂടിയിരുന്നിട്ട് ദിൽ ഹി ദിൽ മേ, സ്വയം ഹൃദയത്തിൽ, ദിൽ ഹി ദിൽ മേ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ, ഉസ്താദ് മംഗൂവിൻ്റെ ബഡായി का ഇഴ്തിറാഫ്. ഉസ്താദ് മംഗൂവിൻ്റെ ബഡായി എന്ന് പറഞ്ഞാൽ ആശയവിനിമയം, അഥവാ മൂപ്പരൊരു ആശയവിനിമയം നടത്തിയല്ല ഈ സ്പെയിനത്തെ സംഭവത്തെ പറ്റിയിട്ട്. ബഡായിക്ക എത്തിറാഫ് പറഞ്ഞാൽ മഹത്വത്തെ അംഗീകരിക്കുക. എത്തിറാഫ് കർ രഹത്തെ, മഹത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. നമ്മളെ ഗാമ ചൗധരി അഡ്ഡയിലുള്ള എല്ലാവരോടും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് ഹുക്ക വലിക്കായിരുന്നു. അപ്പോൾ ഈ സംഭവം കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ താവളത്തിലുള്ള ആൾക്കാരൊക്കെ ആരംഗീകരിച്ചു? ഈ ഉസ്താദ് മംഗൂവിൻ്റെ ഈ ആശയവിനിമയത്തെ എന്ത് ചെയ്തു? മഹത്വവൽക്കരിച്ചു എന്ന്. അതിനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അംഗീകരിച്ചു എന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അവർ ഉസ്താദ് മംഗൂ ഉസ് വക്ത്, ഈ ഗാമ ചൗധരി തൻ്റെ താവളത്തിൽ വന്ന് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉസ്താദ് മംഗൂവിനെ അവരൊക്കെ ഇങ്ങനെ അംഗീകരിച്ചു. ഈ സമയത്ത് ഇങ്ങനെ അംഗീകരിക്കുന്ന ഈ സമയത്ത് ഉസ്താദ് മംഗൂ ഉസ് വക്ത്, ഉസ്താദ് മംഗൂ ആ സമയത്ത് മാൽ റോട്ട് എന്ന സ്ഥലത്തുള്ള ചംകേലി സത്ഹ് പർ താങ്ക ചലായെ ഹുയെ, അഥവാ ചംകേലി എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശിക്കുന്ന, സത്ഹ് പർ തട്ടിൻ്റെ മേൽ, താങ്ക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടി, ചലായെ ഹുയെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്, അപ്പിനി സവാരീസെ തൻ്റെ കൂടെയുള്ള ഈ യാത്രക്കാരനിൽ നിന്നും, താസ ഹിന്ദു മുസ്ലിം ഫസാദ് പർ, താസ എന്ന് പറഞ്ഞാൽ ചൂടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും പരസ്പരമുള്ള ഫസാദ് പർ, ഫസാദിൻ്റെ മേൽ തബാദല ഖിയാൽ കർ രഹത്തെ. തബാദല ഖിയാൽ എന്ന് പറഞ്ഞാൽ തബാദല എന്ന് പറഞ്ഞാൽ ആശയവിനിമയം എന്ത് ചെയ്യായിരുന്നു? കർരഹത്തെ ചെയ്യുകയായിരുന്നു. മനസ്സിലാവണ്ടാ? നമ്മളെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? മനസ്സിലായോ? അപ്പോൾ 3 പാരഗ്രാഫായി. ഇനി 4ാമത്തെ പാരഗ്രാഫ്. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഉസ്താദ് മംഗൂ എന്ന മംഗൂവിന് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് വളരെയധികം വെറുപ്പായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി അതിലേക്ക് വരികയാണ്. അതെന്താണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ. ഉസ്താദ് മംഗൂവിന് അംഗ്രീസോൺസെ, ഇംഗ്ലീഷുകാരുമായിട്ട് ബഡീ നഫ്രത്ത്, വളരെയധികം വലിയ എന്തായിരുന്നു? നഫ്രത്ത്, വെറുപ്പായിരുന്നു. അവർ ഉസ്ക സബബ് തോ, അതിൻ്റെ കാരണമാണെങ്കിൽ, പത്ലായ കർത്താത്ത, അവന് ഇത് പറഞ്ഞിരുന്നു. പത്ലാന എന്നാൽ ബത്താന, അതിൽ നിന്ന് വന്നതാണ് ബത്ലാന. ബത്ലായ കർത്താത്ത, ഇത് പറഞ്ഞിരുന്നു. എന്തെന്നാൽ ഹിന്ദുസ്ഥാൻ പർ, ഇന്ത്യയുടെ മേൽ, ഈ വെള്ളക്കാർ, ബ്രിട്ടീഷുകാർ ഹിന്ദുസ്ഥാൻ പർ, ഇന്ത്യയുടെ മേൽ, അപ്പിന സിക്ക ചലായെ, അവരുടെ എന്ത് ചെയ്തു? സിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ നാണയം, ചലാന എന്ന് പറഞ്ഞാൽ നടപ്പാക്കുക. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെ മേലിൽ നടപ്പാക്കിയിരുന്നു. മനസ്സിലാവണ്ട? ബ്രിട്ടീഷുകാർ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ട് ആകെ അടിച്ചമർത്തില്ലായിരുന്നോ? അല്ലടാ, നമുക്കെന്താ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയൊന്നും ഓർമ്മയില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയൊക്കെ ഓർമ്മയില്ലേ? നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവും അതുപോലെ തന്നെ മാപ്പിള ലഹളയും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒക്കെ ഓർമ്മയില്ലേ? അപ്പോൾ അവരുടെ നാണയം നടപ്പാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരുന്നു? നടപ്പാക്കിയിരുന്നു. അതാണ് ഒരു കാരണം. ആരോട് ദേഷ്യം ഉണ്ടാവാനുള്ള? ഇംഗ്ലീഷുകാരോട് ആർക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള? ഉസ്താദ് മംഗൂവിന് ദേഷ്യം ഉണ്ടാവാനുള്ള ഒരു കാരണം. അവർ തൊറഹ്ക്കെ സുൽമട്ടാത്തെ ഹേ, വ്യത്യസ്തമായിട്ടുള്ള, തൊറഹ്ക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള, സുൽമ് അക്രമം, ടാത്തെ ഹേ എന്തായിരുന്നു? അഴിച്ചുവിട്ടിരുന്നു. ഒരുപാട് ആളുകളെ ആക്രമിച്ചിരുന്നു. ആര്? നമ്മുടെ അല്ല, ബ്രിട്ടീഷുകാർ. മഗർ ഉസ്കെ
തനഫുർ കി സബ്സെ ബഡി വജ്ഹിയത്തി. എന്നാലും നമ്മുടെ ഉസ്താദ് മങ്കുവിന് അവരോട് ദേഷ്യം ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം സബ്സെ ബഡി ഏറ്റവും വലിയ വജ്ഹ് കാരണം ഇതായിരുന്നു എന്തെന്നാൽ ചാവൂനി കെ ഗോരെ ഉസെ ബഹുത്ത് സതായ കർത്തേ തേ. ചാവൂനി എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പിനാണ് പറയാം. ചാവൂനിക്ക് പട്ടാള ക്യാമ്പിലെ, ചാവൂനി എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പിലെ ഗോരെ എന്ന് പറഞ്ഞാൽ വെള്ളക്കാരൻ കാണും. വെള്ളക്കാരൻ ഉസെ അദ്ദേഹത്തെ ബഹുത്ത് സത്തായ കർത്താത്ത ഒരുപാട് ആക്രമിച്ചിരുന്നു. സത്തായ കർത്താത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്രമിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ വേണം കേട്ടോ. ഇത് കുറച്ച് ടൈറ്റാണ്. ഞാൻ വീണ്ടും പറയാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഇത് ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാരോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാകാൻ കാരണം ചാവൂനി കെ ഗോരെ പട്ടാള ക്യാമ്പിലെ വെള്ളക്കാരൻ ഉസെ അദ്ദേഹത്തെ ബഹുത്ത് സതായ കർത്താത്ത ഒരുപാട് ചെയ്തിരുന്നു, ആക്രമിച്ചിരുന്നു. വോ ഉസ്കെ സാത്ത് അവരോട് കൂടെ ഐസ സുലു കർത്തേത്തെ അഥവാ ഈ വെള്ളക്കാർ ഉസ്കെ സാത്ത് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ആളുകളുടെ കൂടെ ഐസ സുലു കർത്തേത്തെ ഇങ്ങനെ പെരുമാറിയിരുന്നു. ഗോയ ആയേക്കാം ഓ ഏക്ക് ദലീൽ കുത്താഹെ. ഈ ഇന്ത്യയിലുള്ള ആളുകൾ ഒരു നിന്യമായിട്ടുള്ള നായയെപ്പോലെ ചെയ്തിരുന്നു, ഇന്ത്യയിലുള്ള ആളുകളെ അവർ പെരുമാറിയിരുന്നു. ഓ ഏക്ക് ദലീൽ കുത്താഹെ. ഈ ഇന്ത്യയിലുള്ള ആളുകൾ ഒരു നിന്യമായിട്ടുള്ള കുത്താഹെ നാഴയാകുന്നു. ആ രൂപത്തിൽ അവരുമായിട്ട് പെരുമാറിയിരുന്നു. സുലൂക്ക് പറഞ്ഞാൽ അവരോട് പെരുമാറും. ഗുത്ത എന്ന് പറഞ്ഞാൽ കിട്ടുന്നല്ലോ നായ. ഉസ്കെ അലാവ ഇതിന് പുറമെ ഉസ്സെ ഉൻക റംഗ് ബി ബാൽക്കുൽ പസന്തിനത്ത. ഇത് അവരുടെ ഈ സ്വഭാവം മാത്രമല്ല, ഈ ഉസ്താദ് മങ്കുവിന് ഉൻക റംഗ് ബി അവരുടെ ഈ നിറം ഉണ്ടല്ലോ, അവരുടെ നിറവും ബാൽക്കുൽ പരിപൂർണമായിട്ടും പസന്തിനത്ത ഇഷ്ടമായിരുന്നില്ല. ഒരു നിറം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കാരല്ലേ, വെള്ളക്കാരൻ നിറം എന്താ? വെളുപ്പ് കലർന്ന ചുവപ്പായിരിക്കും അല്ലേ? എല്ലടാ. അപ്പോൾ ആ നിറം ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഒരാളോട് ദേഷ്യം വന്നാൽ പിന്നെ അയാളെ മുഖം കാണുന്ന തന്നെ, അയാളുടെ രൂപമല്ല അയാളുടെ നിറം കാണുന്ന തന്നെ ഇഷ്ടമുണ്ടാവില്ല. അതേ ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. വെള്ളക്കാരുടെ ആ നിറം തന്നെ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ഉസ്താദ് മങ്കുവിന് ഇഷ്ടമല്ല. ജബ് കബി വോ ഗോരയ്ക്ക് സുർഖോ സഫീദ് ചെഹറ. ആ ജബ് കബി എപ്പോഴാണോ വോ ഗോരയ്ക്ക്, ആ ഗോര എന്ന് പറഞ്ഞാൽ വെള്ളക്കാരൻ്റെ സുർഖോ സഫീദ് ചെഹറ. സുർഖ് എന്നാൽ ചുവപ്പ്, സുർഖോ സഫീദ് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന സഫേദ് വെള്ള. സഫേദ് പറഞ്ഞാൽ വെള്ള, ചുവപ്പ് കലർന്ന വെള്ള. ചെഹ്റേക്കോ ഈ മുഖത്തെ ദേഖ്താത്തോ കാണുമ്പോൾ ഉസേ മത്ലീസി ആജാത്തി. അവൻക്ക് മത്ലീസി എന്ന് പറഞ്ഞാൽ ഛർദി, ആ ജാതി വന്നിരുന്നു. മനസ്സിലാവണ്ട? മത്ലി പറഞ്ഞാൽ ഛർദി. നമ്മൾ ചില ആൾക്കാരൊക്കെ കണ്ടോ പറയില്ലേ, അപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഛർദിക്കാൻ വരുന്നൊക്കെ പറയില്ലേ, അതേ പ്രയോഗമാണ് ഇവിടെ. നിങ്ങളില്ലടാ ഇവിടെ, ഇല്ലേ? നമ്മളെ കൂടെ ഇല്ലേ? ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. മുത്തലീസി എന്ന് പറഞ്ഞാൽ പിന്നെ ഛർദി, ആ ജാതി വന്നിരുന്നു. നെ മാലൂം ക്യൂ ഓ കഹ കർത്താത്ത കെ ഉൻകെ ലാൽ ചെഹ്രിയോ ബരെ ചെഹ്റേക്കോ ദേഖ് കർ നെ മാലൂം അറിയില്ല, ക്യൂം ഓ കഹ കർത്താത്ത എന്തിനാണ് ഓന് പറഞ്ഞിരുന്നത് എന്ന്. എന്തെന്നാൽ ഉൻകെ ലാൽ ചെഹ്റിയോ അവരുടെ ആ ചുവന്ന മുഖമുണ്ടല്ലോ, ബരെ നിറഞ്ഞ ചുവപ്പ് നിറഞ്ഞ ചെഹ്റേക്കോ ദേഖ് മുഖത്തെ കണ്ടിട്ട് മുജെ ഓ ലാഷ് യാദ് ആ ജാത്തി, എനിക്ക് ആ ഒരു ശവത്തെ, ലാഷ് എന്ന് പറഞ്ഞാൽ ശവത്തിനെ പറയാം. എന്താല്ലേ ബ്രിട്ടീഷുകാരോടുള്ള ഒരു ദേഷ്യം ആലോചിച്ച്. ചില നമ്മളെ പണ്ടത്തൊക്കെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു ബ്രിട്ടീഷുകാരോടൊക്കെ.
ലാഷ് എന്ന് പറഞ്ഞാൽ ആ ശവത്തെ യാദ് ആ ജാത്തി ആദി ആത്തി ഹെ, ആ ശവത്തെ ഓർമ്മ വരുന്നുണ്ട്. ജിസ്കെ ജിസ്म पर से ऊपर की ചില്ലി ഗൽഗൽ കർ ചട് രഹി ഹും. എങ്ങനത്തെ ശവാന്നറിയോ? ജിസ്കെ ജിസ്म पर, ആ ശവത്തിൻ്റെ എന്ത് ശരീരത്തിൽ നിന്ന്, ജിസ്म पर എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന്, ഊപ്പർക്കി അതിൻ്റെ ആ മുഖത്തുള്ള, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില്ലി, ചില്ലി എന്ന് പറഞ്ഞാൽ തൊലിക്കാണ് ചില്ലി. ഗൽഗൽക്കർ ചെഡ്രഹിത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉതിർന്ന് വന്നിരുന്നു. ഈ ശവങ്ങൾ ഇങ്ങനെ അഴുകിയാൽ, അതിൻ്റെ ഈ കുറേ വെള്ളത്തിലൊക്കെ വീണിട്ടൊക്കെ അഴുകിയാൽ അതിൻ്റെ തൊലി ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ഉതിർന്നു പോരൂലേ, അതിനാണ് എന്തെന്ന് പറയുക, ചില്ലി എന്ന് പറഞ്ഞാൽ തൊലി. ഗൽഗൽക്കർ ചെഡ്രഹിത്ത് എന്ന് പറഞ്ഞാൽ ഉതിർന്നു പോരുന്നതിനാണ് പറയുക. മനസ്സിലാവുണ്ടോ? അതിങ്ങനെ ഉതിർന്നു പോരുന്നത് പോലെ ആർക്ക് അനുഭവപ്പെട്ടിരുന്നു? നമ്മുടെ ഉസ്താദ് മങ്കുവിന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ വ്യക്തമാവുന്നത് അത്രയും ദേഷ്യമായിരുന്നു ആർക്ക്, ആരോട്? ഉസ്താദ് മങ്കുവിന് വെള്ളക്കാരോട്. മനസ്സിലാവുണ്ടോ? ഇനിയുണ്ട് ഒരു പാരഗ്രാഫും പാടെ എടുക്കുക, എന്നിട്ട് നിർത്താം. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ആ ഇതൊക്കെ ലാഷൊക്കെ ഒന്ന് നോക്കിച്ചോളിട്ട് ആ അർത്ഥങ്ങൾ. ഗൽഗൽക്കർ എന്നൊക്കെ ഉള്ളത്, ലാഷ് എന്ന് പറഞ്ഞാൽ എന്ത്, ശവം. എന്നായിക്കോട്ടെ. ജബ് എപ്പോഴാണോ, രണ്ട് വരും പാടാം. ജബ് എപ്പോഴാണോ കിസി ഷറാബി ഗോരെ സെ ഉസ്കാ ജഗ്ഡ ഹോ ജാത്താ തോ, ജബ് എപ്പോഴാണോ കിസി ഏതോ ഒരു ഷറാബി, ഷറാബി പറഞ്ഞാൽ കുടിയനായിട്ടുള്ള, ഗോരേസെ വെള്ളക്കാരനുമായി, ഉസ്ക ജഗ്ഡ ഹോ ജാത്താത്തോ അവൻ്റെ തർക്കമുണ്ടായത്, അവനുമായിട്ടിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായത്, സാരാ ദിൻ ഉസ്കി തൊബിയത്ത് മുഖദ്ദർ രഹീത്തി, സാരാ ദിൻ മുഴുവൻ ദിവസവും, ഉസ്ക തൊബിയത്ത് അവൻ്റെ അവൻ്റെ ഈ തൊബിയത്ത് പറഞ്ഞാൽ അവൻ്റെ ഈ പ്രകൃതം, അവൻ്റെ സ്വഭാവം, മുഖദ്ദർ രഹീത്തി അങ്ങനെ ആകണ്ട് എന്ത് ചെയ്തിരുന്നു, മാറി മറിഞ്ഞിരുന്നു. മാത്രമല്ല അവർ ഷാംകോ അഡ്ഡേമേ ആക്കർ, വൈകുന്നേര സമയത്ത് അഡ്ഡേമേ ആക്കർ താവളത്തിൽ വന്നിട്ട്, ഹൽ മാർക്കെ സിഗരറ്റ് പീത്ത യാ ഹുക്കാക്കെ കശ് ലഗാത്തെ ഹുയെ ഉസ് ഗോരേക്കോ ജീബർ കർ സുനായ കർത്ത. എന്താന്ന് വെച്ചാൽ ഒരു എപ്പോഴാണോ ഒരു കുടിയനായിട്ടുള്ള ആര്, ഈ വെള്ളക്കാരൻ അവനുമായിട്ട് തർക്കത്തിലായി, അപ്പോൾ ഓൻ്റെ ആകെ സ്വഭാവമൊക്കെ ആകാണ്ട് മാറി. അങ്ങനെ അവർ ഷാംകോ വൈകുന്നേരം അഡ്ഡമേ ആക്കർ താവളത്തിൽ വന്നിട്ട്, ഹൽ മാർക്കെ, ഹൽ എന്ന് പറഞ്ഞാൽ ആ ഹൽ മാർന എന്നുള്ളതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. മനസ്സിലാവണ്ട? ഇത് നോക്കിയെന്ന് പിന്നെ ശ്രദ്ധിച്ചില്ല, ഒന്നും കാണുന്നില്ല. സിഗരറ്റ് പീത്ത, സിഗരറ്റ് വലിച്ചിട്ട്, ഞാൻ സിഗരറ്റിൻ്റെ പേരാന്നും അറിയില്ല കേട്ടാ, പേരാന്നാ തോന്നുന്നത്. ഹൽ മാർക്കെ സിഗരറ്റ് പീത്തായ സിഗരറ്റ് വലിക്കുകയും, യാ അല്ലെങ്കിൽ ഹുക്കേക്കെ കഷ് ലഗായെ, ഹുക്കയുടെ കഷ് ലഗായെ എന്ന് പറഞ്ഞാൽ വലിക്കുക, ബീഡി വലിക്കുക. കഷ് ലഗായ എന്ന് പറഞ്ഞാൽ അതന്നെ ഹുക്കൻ്റെ ആ ഹുക്ക വലിച്ചിട്ട്, ലഗായെ ഹുയെ വലിച്ചിട്ട്, ഉസ് ഗോരേക്കോ ആ വെള്ളക്കാരനെ, ഉസ് ഗോരേക്കോ ജീബർക്കർ സുനായ കർത്ത, ജീബർക്കർ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ ദിവസം മുഴുവൻ, ജീവിതം മുഴുവൻ, ജീബർക്കർ ജീവിതം, സുനായ കർത്ത ഒരുപാട് കുറ്റം പറയാറുണ്ടായിരുന്നു. മനസ്സിലാവണ്ട? നിങ്ങളിവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് ഹാൾമാർക്ക് സിഗരറ്റ്. ഹാൾമാർക്ക് സിഗരറ്റ് പറഞ്ഞാൽ ഒരു സിഗരറ്റിൻ്റെ പേരാട്ടാ, അതാണ് കിട്ടാൻ. മനസ്സിലായോ? ഹാൾമാർക്ക് സിഗരറ്റ്. അപ്പോൾ അതൊരു പേരാട്ടാ, ഹാൾമാർക്ക് സിഗരറ്റ് ഒരു പേരാണ്. അപ്പോൾ ഇനി ആ അർത്ഥം ആരും കാത്തിരിക്കണ്ട. ഹാൾമാർക്ക് സിഗരറ്റ് പീത്ത യാ ഹുക്ക, ഒന്നുകിൽ ഹാൾമാർക്ക് സിഗരറ്റ് വലിച്ചിട്ട്, അതല്ലെങ്കിൽ ഹുക്കാക്കെ കഷ് ലഗായേ ഹുയെ
ഹുക്ക എന്ത് ചെയ്തിട്ട് ഹുക്ക വലിച്ചിട്ട് ഗോരേക്കോ ആ വെള്ളക്കാരനെ ജി ബർക്കർ സുനായ കർത്താത്ത ഒരുപാട് എന്ത് ചെയ്തിരുന്നു കുറ്റം പറയാറുണ്ടായിരുന്നു. മനസ്സിലാവണില്ലേ? അപ്പോൾ ഇത് ഒരു പേജിയായി. എല്ലാവരും അടുത്ത ക്ലാസ്സിന് ഉഷാറായിട്ട് പഠിച്ചു വരിക. മനസ്സിലാവുണ്ടല്ലോ? കാരണം ഭയങ്കര നല്ല ടഫുള്ള വേർഡുകളാണ്, ഒരുപാട് വേർഡുകളുണ്ട്. ആ വേർഡുകളൊക്കെ ഒന്ന് നോക്കി വരട്ടാ, ഒന്നും നോക്കാതൊന്നും വരരുത്. കാരണം ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. ചില്ലി ഗൽഗൽക്കർ ചടി റഹീം, പിന്നെ അതുപോലെ തന്നെ സുനായ കർത്താത്ത, കഷ്, ലാഷ്, പിന്നെ മച്ചിലി, പിന്നെ ചാവുനി ഗോരെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. മനസ്സിലാവുണ്ടല്ലോ? പിന്നെന്താ സിക്ക ചലാന, നാണയം നടപ്പാക്കുക, അത് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കുക, അതിനുള്ളൊരു പ്രയോഗമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ചെയ്യുക. ഇതൊന്നും അർത്ഥം വെക്കാതെ നിങ്ങൾ ആകെ കുടുങ്ങും. പരീക്ഷ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിന് തന്നെ എക്സാം ഉള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടാ, ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് നോക്കി വരിക അടുത്ത ക്ലാസ്സിന്. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും.